പ്രിയപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ അവർകളോട് താങ്കൾ ഇപ്പോൾ DA കൊടുത്തു. ആദ്യം 3% കൊടുത്തു, ഇപ്പോൾ 10% കൊടുത്തു. ഇനിയിപ്പോൾ ജനുവരിയിലെ DA മാത്രമേ ഉള്ളൂ, പഴയതെല്ലാം കൊടുത്തു. അപ്പോഴും 286 ദിവസത്തെ 294 ദിവസത്തെയും പഴയ കുടിശ്ശിക കിടപ്പുണ്ട്. അപ്പോൾ ഈ ഉത്തരവിൽ താങ്കൾ ഇപ്പോൾ കൊടുക്കുന്ന 10% ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്, ധനകാര്യ വകുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അരിയറിൻ്റെ അത് പിന്നെ പറയാമെന്ന്. നേരത്തെ 3% കൊടുത്തപ്പോൾ പറഞ്ഞ് ബാലൻസ് ഉള്ളത് പിന്നെ പറയാമെന്ന്. ഇപ്പോൾ 10% കൊടുക്കാൻ പറഞ്ഞ് അരിയറുള്ളത് പിന്നെ പറയാമെന്ന്. ഈ പിന്നെ പറയാമെന്ന് പറയുന്ന കൂട്ടത്തിൽ താങ്കൾ രാവിലെ ചാനലിൽ വന്ന് പറയും, തിരുവനന്തപുരത്ത് വെച്ച് പറയും, 2 ലക്ഷം കോടി രൂപയുടെ ഖജനാവ് വളരെ സമ്പന്നമാണ്, നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിടാത്തതുകൊണ്ട് ഞങ്ങൾ വളരെ വലിയ രീതിയിലാണ് പണം ചിലവാക്കി PR വർക്ക് ചെയ്യുന്നത്. അത്രയും പണം കിടക്കണം ഖജനാവിൽ. പൂച്ച പെറ്റൊന്നും കിടക്കുന്നില്ല. സതീശൻ്റെ 3-4 പൂച്ച അവിടെ ഇറങ്ങി നടക്കുന്നുണ്ട്. അത് ട്രഷറിക്കകത്ത് ഖജനാവിനകത്തല്ല, പുറത്ത്. ഖജനാവിൽ പൈസ ലാവിഷാണ്. കൊല്ലത്ത് പോയി നിന്ന് പറയും, സാമ്പത്തിക കേന്ദ്രം പൈസ തരാത്തതുകൊണ്ട് DA കൊടുക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അരിയർ കൊടുക്കാൻ പറ്റുന്നില്ല. കൊട്ടാരക്കര നിന്ന് ചെന്ന് പറയും DA അവകാശമല്ല. വീണ്ടും തിരുവനന്തപുരത്ത് എത്തുമ്പം പറയും അത് ഞങ്ങൾ കോടതി ചുമ്മാ പറഞ്ഞതാണ്, ഞങ്ങൾ DA കൊടുക്കും. അസംബ്ലിയിൽ പറയും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുമെന്ന്. 7 ക്യാബിനറ്റ് കഴിഞ്ഞു, എവിടെയാണ് അതിൻ്റെ കമ്മിറ്റി? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ധനകാര്യമന്ത്രിക്ക് ചെയ്യാവുന്നൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, താങ്കൾ സത്യം പറയണം. പറയുന്നിടത്ത് ഉറച്ചു നിൽക്കണം, നിലപാടിൽ ഉറച്ചു നിൽക്കണം, സത്യം പറയണം. അപ്പപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു രീതി ശരിയല്ല. കാരണം താങ്കൾ സംസാരിക്കുന്നത് തൊഴിലുറപ്പുകാരോടോ കുടുംബശ്രീക്കാരോടോ അല്ലെങ്കിൽ സാക്ഷരതാ ക്ലാസ്സിലുള്ളവരോടോ അല്ല. പാവപ്പെട്ട അവരെ പറ്റിക്കാം. അവരെ പറ്റിച്ചാണ് നമ്മൾ 50 വർഷമായിട്ട് 60 വർഷമായിട്ട് 70 വർഷമായിട്ട് ഇങ്ങനെ പോണത്, ചെറിയ ചെറിയ നക്കാപ്പിച്ചോ. പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർ തലയിൽ ഓളമുള്ളവരാണ്, മൂളയുള്ളവരാണ്. അവരുമായിട്ടുള്ള വിശ്വാസം ബ്രീച്ചായാൽ വലിയ പാടാണ് ബാലഗോപാൽ ജി അത് കയറ്റിയെടുക്കാൻ. ഇപ്പം തന്നെ ആൾറെഡി നിങ്ങളും സർക്കാർ ഉദ്യോഗസ്ഥരുമായും പെൻഷൻകാരുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു കഴിഞ്ഞു. അത് വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞു. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? താങ്കൾ സത്യസന്ധമായി പറയുക. പണമുണ്ട്, കൊടുക്കാം. പണമില്ല, കൊടുക്കാൻ പറ്റില്ല. പണം വരുമ്പം കൊടുക്കും. ഇതല്ലേ മാന്യത? പണമുണ്ട്, കൊടുക്കില്ല. കൊടുക്കുന്നത് മുറിച്ച് കൊടുക്കും. മുറിക്കുമ്പോൾ വേറെ ന്യായം പറയും. എന്താണിത്? എന്ത് ഭരണമാണ്? എന്ത് ഗുഡ് ഗവേണൻസ് ആണ്? എന്ത് ഭരണമാണ് ഇവിടെ നടക്കുന്നത്? ഇത് ചോദിക്കുമ്പോൾ ചോദിക്കുന്നവൻ്റെ കൊങ്ങയ്ക്ക് പിടിക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എം.എൻ. വിജയൻ മാഷിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, കുട്ടി ചോദ്യം ചോദിക്കുമ്പോൾ അത് സോഷ്യൽ മീഡിയ വഴിയായാലും ഡിജിറ്റൽ ചാനൽ വഴിയായാലും യൂട്യൂബ് വഴിയായാലും സാറ്റലൈറ്റ് ചാനൽ വഴിയായാലും ഒരാൾ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിനെ പിടിച്ച് വെളിയിൽ നിർത്തിയാലും ചോദ്യമായി തന്നെ അവിടെ നിൽക്കും. ക്ലാസ്സിൽ കുട്ടി ചോദ്യം ചോദിക്കുമ്പോൾ കുട്ടി ഇറക്കി വിട്ടാലും ചോദ്യം ക്ലാസ്സിൻ്റെ അന്തരീക്ഷത്തിൽ നിൽക്കും. അധ്യാപകനെ അത് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ട ബാലഗോപാൽ സാറേ, നിങ്ങൾ സത്യം പറയുക. സമൂഹം നിങ്ങളെ ഒരു ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ എന്ത് ഗിമ്മിക്കും ആകാം.